ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു പാർക്കിൽ പോക്ക് കണ്ടു നോക്കാം. തെന്മല എക്കോ ടൂറിസം കാണാൻ പോയതാണ് ഞങ്ങൾ. അവിടെ മെയിൻ എൻട്രൻസിനടുത്തുള്ള ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ ഒന്ന് ആടി നോക്കാമെന്ന് കരുതി. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ എന്ന് അമ്മ. ഇതുപോലെയൊന്ന് വീട്ടിൽ വാങ്ങി വെക്കണമെന്ന് വളരെ ആധികാരികമായി പറയുകയാണ് ഞാൻ. എവിടുന്ന്, ആഗ്രഹിക്കുന്നതിന് പൈസ ചിലവൊന്നും ഇല്ലല്ലോ. ചക്കക്കൂട്ടാൻ കണ്ട പോലെ റിതൂട്ടൻ ഓരോ മുക്കിലും മൂലയിലും പോയി തൊട്ടു നോക്കിയായിരുന്നു. അവസാനം മുയലിനൊരു ചക്കര ഉമ്മയും കൊടുത്തു. ആ പൂച്ചയുടെ നോട്ടം അത്ര പന്തിയല്ലല്ലോ. ഉമ്മാമ്മയുടെ പുറത്തിരുത്തിയപ്പോൾ ചെറിയൊരു ഭയം. കറങ്ങാൻ കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞപ്പോൾ അതിലെ ധ്വനി ഇപ്പോഴല്ലേ പിടികിട്ടിയത്. റിതൂട്ടൻ നന്നായി ഒന്ന് കറങ്ങി. കണ്ടു നിന്ന എനിക്ക് പോലും തല കറങ്ങി. എന്നിട്ടും അവൻ അതിൽ നിന്നിറങ്ങിയില്ല. ദിങ്ങനെ നിറങ്ങാൻ പ്രായമൊരു തടസ്സമേ അല്ലെന്ന് ഏട്ടൻ. ശരിക്കും പറഞ്ഞാൽ ആരാരെയാണ് പാർക്കിൽ കൊണ്ടുവന്നതെന്ന് എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും പിഞ്ചു കുഞ്ഞിൻ്റെയാ. ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഈ ആനയുടെ കാലിന് ചെറിയൊരു വളവില്ലേ ഗായ്സ്, ശരിക്കും നോക്കിയേ. പിന്നെ ഞങ്ങൾ അടുത്തുള്ള മാൻ പാർക്കിലോട്ട് വന്നു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ മാൻകുട്ടന്മാർ ഞങ്ങൾക്ക് മുഖം തന്നു. വരുന്നവരൊന്നും കഴിക്കാൻ കൊടുക്കരുതെന്ന ബോർഡ് വായിച്ചിട്ട് അതിനോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന ഏട്ടനെ കാണാതെ പോകരുത്. പയറ് പോലെ നടന്ന റിതൂട്ടനെ പിടിച്ച് തലയിൽ വെച്ച് പിന്നെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ നടക്കേണ്ട വന്നു. പിന്നെ ഞാനും റിതൂട്ടനും കുറച്ചു നേരം സ്നേഹപ്രകടനങ്ങളിൽ മുഴുകി. മൊത്തമായും ചില്ലറയായും ഒരുപാട് ഉമ്മകൾ വാരിക്കൂട്ടിയിട്ട് നോക്കുമ്പോൾ പുള്ളിമാനൊക്കെ വന്ന് നിൽക്കുന്നു. റിതൂട്ടൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു മൃഗത്തോട് അടുത്ത് നിൽക്കുന്നത്. പിന്നെ ഇല കൊടുക്കാൻ വല്ലാത്ത ആവേശമായി. മാനുകൾ കുൽഫിയാണെന്ന് കരുതി കയ്യിൽ നക്കുകയോ കടിക്കുകയോ ചെയ്യുമോ എന്ന് പേടിയുണ്ടായിരുന്നെങ്കിലും അതുങ്ങളേതോ നല്ല കുടുംബത്തിലുള്ളതായതുകൊണ്ട് നന്നായി സഹകരിച്ച് നിന്നു. റിതൂട്ടൻ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവൻ്റെ ഹാപ്പിനെസ് കണ്ടപ്പോൾ ഞങ്ങൾ ഹാപ്പി. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.